ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ജിമ്മിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ജിമ്മിലേക്ക് പോയിട്ട്. അറൗണ്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പോയത് ഓണത്തിന് മുന്നാണ്. പിന്നെ ഞാൻ ഇന്നാണ് പോണത്. ഞാനൊരു 1 മന്തായിട്ട് നല്ല ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തു പോകുന്നത്, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. ഞാനൊരു ഓവർ വെയ്റ്റായി, ഞാനൊരു 78 kg ആയി. അപ്പോൾ ഞാനൊരു ഓണത്തിന് മുന്നേ വരെ ഞാനൊരു 78 69 എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു 3 kg ഒക്കെ കയറിയിട്ടുണ്ടാകും, കാരണം നല്ല ഫുഡ് അടിയായിരുന്നു ഓണത്തിന്. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. ജിമ്മിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ജിമ്മ് കാണിച്ചു തരാം ഞാൻ. പിന്നെ സഞ്ജുനെ കാണിച്ചു തരാം, ട്രെയിനർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് പോവാം. ജിമ്മ് വരണത് ഊരകത്താണ്. ഊരകത്ത് മാർബൽ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ ജിമ്മിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നമ്മുടെ കാറിലാണ് പോണത്. ഇവിടെ എൻ്റെ വണ്ടി ഇരിക്കണു. അപ്പോൾ നമുക്ക് ജിമ്മിലെത്തിയിട്ട് കാണാം ഗായ്സ്. ഇന്നിപ്പോൾ സഞ്ജു മാത്രം ഉണ്ടാവുള്ളൂ. റിയാസ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്, ലേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ റിയാസല്ല, 2 റിയാസ് ഉണ്ട്. അതിലൊരു റിയാസാണ് ഇന്നുണ്ടാവില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. എന്താണ് വീഴാത്തത്? ഓക്കെ, നമ്മളിവിടെ ജിമ്മിലെത്തി. പക്ഷേ ഞാൻ നേരത്തെ എത്തി. 6:30 എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ 6:10 എത്തി. ആളെന്തായാലും മുകളിലുണ്ടാവില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ എൻ്റെ ജിമ്മ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജിമ്മ്, മാർബൽ ജിം. ഒരുപാട് ആൾക്കാരുടെ ഇടന്ന് ജിമ്മിലെത്തി. ഇതാണ് നമ്മുടെ ജിമ്മ്. ഇത് കാർഡിയോ സെക്ഷനാട്ടോ, ട്രെയിനിങ് സെക്ഷൻ. പറഞ്ഞില്ലേ സഞ്ജു പംപ്സ് ഉണ്ട്. പംപ്സിനെ കാണിച്ചു തരാം. സഞ്ജു വന്നു. നമ്മളിന്ന് പുഷ് ചെയ്യാനാണ്. പുഷാണ് നമ്മൾ കുറച്ച് നാളായി വർക്കൗട്ട് ചെയ്തിട്ട്. അപ്പോൾ പുഷ് ചെയ്യും. ആദ്യം ഒരു 200 നമ്പർ സ്കിപ്പിങ്. ഞാൻ തീരെ അറിയില്ല സ്കിപ്പിങ് ചെയ്യാൻ. അപ്പോൾ സ്കിപ്പിങ് പഠിക്കണം. അപ്പോൾ സഞ്ജയ് ചെയ്ത ഓക്കെ. ഇത് ഈ വൈഡില്ലേ? ഓക്കെ, ഇതിപ്പോൾ വൈഡ് ഈ കൈ പിടിച്ചാൽ മതി. ഇങ്ങനെ ഇത് ബോഡി വെച്ച് ക്ലോസ് ആക്കി വെക്കും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ റേഞ്ച് കുറച്ച് കൂടുതലിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറയും. ഇത് മാക്സിമം ഇത്ര ക്ലോസ് വെച്ചിട്ട് കറക്കാൻ നോക്കും. പതുക്കെ മതി, സ്പീഡ് വേണ്ട. നിൽക്ക്, പതുക്കെ നിന്ന് ചെയ്യ്. കുഴപ്പമില്ലേ, ഹൈറ്റ് കൂടുതലാണ്, കുഴപ്പമില്ല. പതുക്കെ ചെയ്യാം. 2 എണ്ണം. പോയിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കാം. പോരാ
പറ്റിയത്തുള്ളൂ. Easy, olio, dai. Adesso anche un po' Va, prendi. Risolvi. Guarda, prendi, arrivi. ലാസ്റ്റ് അടിപൊളി ചെവിന്നൊക്കെ പൊഞ്ഞിച്ച് പ്രകൃതി എനിക്ക് പട കണ്ടുണ്ട്. ഇടുക്കുന്നുണ്ട് പറഞ്ഞു പോഡ്കാസ്റ്റ് തുടങ്ങണം. പോഡ്കാസ്റ്റ് ചോദിക്കാം. നമ്മളെ ഫോട്ടോ ഒരാളെ ഹെൽത്ത് എന്ന് പറയാൻ പറ്റും. വണ്ണം കുറഞ്ഞാൽ ഹെൽത്ത് ആയിട്ടില്ല. അവരങ്ങനെ കുറെ നാൾ കഴിച്ചു ചെയ്യണവരല്ലേ, ഇതിന് വേണ്ടി മാത്രം നിൽക്കണവരല്ലല്ലോ അവര്. ഇതിന് വേണ്ടി കൂടിയാണ് നിൽക്കണം. അവർക്ക് കൊല്ലാത്ത അല്ല, അവര് കുറെ നാള് മുന്നേ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങും. അങ്ങനെയാ പുലിയാവാൻ വേണ്ടിട്ട്. ആ ഉണ്ട്. ജിമ്മിന്റെ ജിമ്മല്ലേ, ഈ ജിമ്മിലൊരാളല്ലേ. പിന്നെ പൈസ നിങ്ങളങ്ങോട്ട് പോവല്ലേ, നിങ്ങളങ്ങനെ ചെയ്യുമല്ലോ. ആ, അതെന്താ കാരണം? അത് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് നമ്മൾ അവയർനെസ് കൊടുക്കണ്ടേ. അതാണ് ഹെൽത്തി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യണ്ട. അതാണ് ഹെൽത്തി അല്ലേ. അത് കൊടുക്കണോടൊപ്പില്ല. ചെയ്യണവർക്ക് ഹെൽത്തി ആണല്ലേ. ഒരു ആസ്വാദനം ഉണ്ട്. അതങ്ങനെയാണ്, ശരിയാണ്. അതിന് ഒരു കുറെ പേർക്ക് അതിലൊരു ആൾക്കാര് ഹെൽത്ത് ഇല്ലാത്തവരുണ്ടല്ലോ. ഹെൽത്ത് ആയിട്ടുള്ള ആൾക്കാർ പറയാൻ ചർച്ച പിന്നെ മാറ്റി വെച്ചാൽ പുള്ള പഠിക്കണം. അങ്ങനെ ഒരു ആചാരമായിട്ട് ഞാൻ പറയാൻ പറ്റില്ല. ചർച്ച കഴിഞ്ഞതാ. നമുക്ക് ആവശ്യം വർക്കൗട്ടിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. എസ് ജെ അല്ല, അതുകൊണ്ട് ഒരെണ്ണം ഹാർഡായി കൊടുത്തുള്ളൂ. ഇനി അടുത്ത ഷോൾഡർ ഇഷ്ടമാണ് നമ്മൾ ചെയ്യണം. സീനടാ, പായസം പാലെടുക്കാൻ പറ്റി. ഇന്നത്തെ വെയിറ്റ് ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാർഡിയോ ചെയ്യാം. എന്ന് പറയുമ്പോൾ ഒരു 45 മിനിറ്റ്സ് അല്ലേ, 45 മിനിറ്റ്സ് വാക്കറുണ്ടോ? 45 മിനിറ്റ്സ് വാക്ക്, ഇൻക്ലൈൻ വാക്ക്. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ
നേരൊക്കെ അടിച്ചതെന്ന് വെച്ചാൽ ചെസ്റ്റ് അടിച്ചു, അത് കഴിഞ്ഞിട്ട് ഷോൾഡർ കൊടുത്തു, ഷോൾഡറിന് ശേഷം ട്രൈസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 hour നടന്നു ഇൻക്ലൈൻ 4-ൽ 5.5 സ്പീഡ്. ഒരു 500 കലോറീസ് ബേൺ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഡേ അടിപൊളിയായി. ശരിടാ, ഓക്കെ, ടുമാറോ. ഓക്കെ, സ്ട്രെച്ചാ ഞാൻ സ്ട്രെച്ച് ചെയ്യട്ടെ ഗൈസ്. ഇങ്ങനെയാണ് കാണിക്കാത്ത മെയിൻ. ഇതാണ് സതീഷ് ചേട്ടൻ. ഓൾഡ് ബട്ട് യങ് അല്ലേ? റോക്കിംഗ് അറ്റ് 43. ഓടാ പോ. നാളെ കാണാം, നാളെ നമുക്ക് പഠിക്കാം. സീ യു ടുമാറോ. ഹായ് ഗായ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാനിന്ന് ഡയറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ നല്ല ടയേർഡാണ്. നമുക്ക് നീ അടുത്ത വീഡിയോയിൽ കാണാം. കപ്പലണ്ടി കഴിച്ചിട്ടുണ്ടാകാണ് പായ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഈ അടുത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, സീ യു ഗൈസ്.